അദ്ദേഹത്തിന്റെ സംശയം ഇതാണ്, അന്ത്യകാലത്ത് വെളിപ്പെടുന്ന രക്ഷ എന്ന് ബൈബിളിൽ ഒരു ടേമുണ്ട്. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ പലരോട് ചോദിക്കുന്നു, രക്ഷിക്കപ്പെട്ടോ? അദ്ദേഹം ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത്, അത് രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ പലരും പറയും രക്ഷിക്കപ്പെട്ടു, അപ്പൊ പിന്നെ ഇനിയൊന്നുമില്ലല്ലോ. പക്ഷെ ബൈബിള് പറയുന്നു അന്ത്യകാലത്ത് വെളിപ്പെടുന്ന രക്ഷ. അതെന്താണ് ദേവദാസൻ ഈ അന്ത്യകാലത്ത് വെളിപ്പെടുന്ന രക്ഷ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അത് 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളാണ്. മലയാളത്തില് 4-ഉം ഇംഗ്ലീഷില് 5-ഉമാണ് ആ വാക്യം. So this dear brother's question is related to the term the salvation that is to be revealed in the last time. So as you all know, the most important question that most of us are asked during when we encounter an evangelist or any other minister is that, have you been born again? Have you been saved? And being a Catholic evangelist, I think he also asks these questions quite a lot. But in this context, he is asking, what does it mean by this term that is given in 1 Peter 1 chapter 4, 5 and 6, where it says, salvation ready to be revealed in the last time. ശ്രദ്ധിക്കുക, എബ്രായർ 11:39. അവർ എല്ലാവരും, ആരാണ് ഈ അവർ എല്ലാവരും? വിശ്വാസ വീരന്മാർ. അബ്രഹാം അടക്കമുണ്ട് അതിൻ്റെ ഉള്ളിൽ. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും അവർ പാസ്സായി. വിശ്വാസത്തിന്റെ പരിശോധന പാസ്സായി. വിശ്വാസ സാക്ഷ്യം ലഭിച്ചിട്ട് വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല, അതിന്റെ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിയില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി എന്ന് പറഞ്ഞ രക്ഷാപൂർത്തി. അപ്പൊ രക്ഷയ്ക്ക് എന്നാ ഉണ്ട്? ഒരു പൂർത്തീകരണമുണ്ട്, ഒരു പെർഫെക്ഷൻ ഉണ്ട്. രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന്, അയ്യോ എന്താ അങ്ങനെ? ദൈവം അങ്ങനെ നിശ്ചയിച്ചേ. ദൈവം ആരാണ്? ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കരുതെന്നാണ് ദൈവത്തിന്റെ നിയമനം. മനസ്സിലായോ? Let's read this verse. Yet all these, here it's referring to the various heroes of faith, including Abraham. Yet all these, though they were commended for their faith, received what was promised. So it says that though they were commended for their faith, they did not receive what was promised. Why did they not receive what was promised? And it continues, says, since God had provided something better, so that they would not, apart from us, be made perfect. So they won't be made perfect apart from us. So they did not, in order that they won't be made perfect apart from us, God prevented them from receiving the promise that was promised to them. ഇനി നമുക്ക് പ്രിയ കത്തോലിക് ഇവാഞ്ചലിസ്റ്റിന്റെ ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാ 1 പത്രോസ് 1:4-5 ഭാഗങ്ങളായിരുന്നു. അതിൽ തന്നെ നമുക്ക് കാണാം, ഈ അന്ത്യകാലത്ത് വെളിപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ വേടി തന്നെ രക്ഷയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഉണ്ട്, എൻഡിങ് പോയിന്റും കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ മതി, കാണാൻ പറ്റും. അതിന്റെ 1:4 ഞാൻ വായിക്കാം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. ഇപ്പൊ എപ്പോഴാണ് വെളിപ്പെടാൻ പോണേ? അപ്പോ നാം ജയിച്ചോ തോറ്റോ എന്ന് അറിയുന്നത് അന്ത്യകാലത്താ. ആ അവകാശം കിട്ടുവോ ഇല്ലേ എന്നുള്ളത് അന്ത്യകാലത്താ. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് എങ്ങനെ കാക്കണേ? വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി. അപ്പോ അന്ത്യകാലത്തിലെ രക്ഷയും അവകാശവും തമ്മിൽ ബന്ധമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവകാശത്തിനായി ഭാവിയിൽ സംഭവിക്കാൻ പോണതാ. ഇപ്പോഴോ ജനിപ്പിച്ചിരിക്കും, അത് ഇപ്പോൾ സംഭവിച്ചതാ. ആ വീണ്ടും ജനിച്ചതിനെയാണ് നാം രക്ഷിക്കപ്പെട്ടോ എന്ന് പറയുന്നത്. ഇപ്പോ ഇതിനുവേണ്ടി രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്തിന്? അന്ത്യകാലത്ത് കിട്ടാൻ പോകുന്ന അവകാശത്തിനായി. ഇതാണ് രക്ഷയുടെ പൂർത്തീകരണം. ഇതാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസിന് പോലും കൊടുക്കാതെ ദൈവം നമുക്ക് വേണ്ടി, നമ്മളും കൂടി വരാൻ വേണ്ടി കാത്തി. Now let's go back to the question of our dear brother from 1 Peter chapter 1 verse 3. Here itself we can see the 2 points of salvation, the beginning and both the end of the salvation. Let me read this here. From verse 3 he says, by his grace mercy he has given us a new birth unto a living hope through the resurrection of Jesus Christ from the dead,
and into an inheritance that is imperishable, undefiled, and unfading, kept in heaven for you. So the receiving of the inheritance happens at the very end, but who are being protected by the power of God through faith for a salvation ready to be revealed in the last time. So the receiving of the inheritance at the end, that is the salvation that is ready to be revealed in the last time, but He has given us new birth, and that is the salvation that we have received at the beginning of our faith, of our journey. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ആ 3 സ്റ്റേഷൻ എന്തൊക്കെയാണ്? വീണ്ടും ജനനം, നാനാവിധമായ പരീക്ഷകൾ, അവകാശം. ഒന്ന് പറഞ്ഞേ. ഓ ഗ്ലോറി ടു ഗോഡ്. വളരെ എളുപ്പത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിച്ചു. വീണ്ടും ജനന, നാനാവിധമായ പരീക്ഷകൾ, ജയിക്കുന്നവന് അവകാശം. ജയിക്കണമെന്ന് വിട്ടുപോയല്ലേ പറയാനായിട്ട്? അത് വളരെ പ്രാധാന്യമാണ്. വീണ്ടും ജനനം, നാനാവിധമായ വിശ്വാസത്തിന്റെ പരിശോധനകൾ, ജയിക്കുന്നവന് അവകാശം. ഗ്ലോറി ടു ഗോഡ്. So what are the 3 stages? The 3 stages are being born again, manifold trials, and to him who wins, inheritance. നിങ്ങൾ ശ്രദ്ധിച്ചേ, രക്ഷിക്കപ്പെട്ട ദൈവജനത്തോട് കർത്താവിന്റെ വചനം പറയാണ്, രക്ഷിക്കപ്പെട്ടവരോട് പറയാണ് രക്ഷയ്ക്കായി വളരണമെന്ന്. രക്ഷിക്കപ്പെട്ടവരോടാ പറയുന്നത് രക്ഷയ്ക്കായി വളരണമെന്ന്. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിൽ പറയുകയാണ്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്. വീണ്ടും ജനിച്ചവരോടാണ് പറയുന്നത്. അപ്പൊ വീണ്ടും ജനിച്ചവർക്ക് എന്തൊക്കെയുണ്ട്? ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ. ഇതൊക്കെ ആർക്കുണ്ട്? വീണ്ടും ജനിച്ചവർക്ക് ഉണ്ട്. അതെല്ലാം നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ, അതാണ് വീണ്ടും ജനനം. ഇപ്പോൾ ജനിച്ചെന്ന് പറഞ്ഞില്ലേ, അതാണ് വീണ്ടും ജനനം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. അപ്പൊ രക്ഷയ്ക്ക് എന്ത് വേണം? ഒരു വളർച്ച വേണം. അല്ലാണ്ട് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ സ്വർഗത്തിൽ കയറാൻ പോകുന്നില്ല. രക്ഷയ്ക്കൊരു വളർച്ച വേണം. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പേൻ. അപ്പൊ രക്ഷയ്ക്ക് എന്താവശ്യമാണ്? ഒരു വളർച്ച ആവശ്യമാണ്. എവിടെ പറയുന്നു? വിശുദ്ധ ബൈബിളിൽ പറയുന്നു. ചുറ്റുപാടും കേൾക്കുമ്പോൾ ഈസി വേ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു സ്വർഗത്തിൽ കയറും, വൺ സൈഡ് ഓൾവേസ് സൈഡ് എന്നൊക്കെ അടിച്ചുവിടും. ബൈബിളിൽ അങ്ങനെ രക്ഷയ്ക്കായി ഒരു വളർച്ച ആവശ്യമാണ്. ഒരു ജഡീകനും ദൈവരായി നിൽക്കാറില്ല. So the world may say that once saved, always saved, and once we have been born again, we need not do anything. But the Bible says that after our being born again state, we should grow for our salvation. This is written in 1 Peter chapter 2 at the very beginning itself. Read yourselves. Remember, this letter is being sent to those who have already been born again, that is, also have already passed the first stage. Here it says, read yourselves therefore of all malice and all guile and insincerity, envy and all slander. Like newborn infants, long for the pure spiritual milk, so that by it you may grow into salvation. So there is a process of growing into salvation. So don't just believe the words that the people say that where there is once saved, always saved, and we need not really do anything after having been born again. ഇത് നമ്മൾ ചെയ്യുമ്പോ നമുക്ക് വേണ്ടി ഒരാൾ പിതാവിന്റെ വലതുഭാഗത്ത് ഡ്യൂട്ടിയിലുണ്ട്. അതാണ് ക്രിസ്തു. ആ ക്രിസ്തു നമ്മുടെ രക്ഷയെ പൂർണ്ണമാക്കും. മനസ്സിലായോ? അപ്പോ ഒരു ഭാഗത്ത് നമ്മൾ കേട്ടു രക്ഷയ്ക്കായി വളരണം, വേറൊരു ഭാഗത്ത് നമ്മൾ കേട്ടു രക്ഷയ്ക്കായി പ്രവർത്തിക്കണം, വർക്കൗട്ട് ചെയ്യണം. ഇനി കേൾക്കാൻ പോകുന്നത്, ഇത് നാം ചെയ്യുമ്പോൾ സ്വർഗീയ പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന യേശു നമ്മുടെ രക്ഷയെ പൂർത്തീകരിക്കും. രക്ഷാ പൂർത്തീകരണം, അതാണ് ഹെബ്രായ ലേഖനം 7:25. So dear brothers, while on the one side we eat pure milk of word of God to grow, we work out our salvation. While we do that, there is a third process happening, that is our Lord Jesus sitting on the right hand of God, who will make our salvation perfect. And this is written in Hebrews chapter 7 verse 25 on. സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവസമാധാനം നിങ്ങളിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ. Greetings of love in the name of our Heavenly Father and our Lord Jesus to everyone who is present here in this hall, as well as to everyone who is hearing this via online audiovisual medium. May the peace of God overflow in your life. May God be with you.
പ്രിയ സഹോദരങ്ങളെ, 2025 ജനുവരി മാസത്തെ ആദ്യ റിട്രീറ്റിൻ്റെ അവസാന ദിവസം സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ഈ ഒരു ക്രമീകരണത്തിൽ ഈ റിട്രീറ്റുമായി ബന്ധപ്പെട്ടൊരു സംശയവും വരാത്ത സ്ഥിതിക്ക് ഒരു കാത്തോലിക് ഇവാഞ്ചലിസ്റ്റ് യുഎസിൽ നിന്ന് ബ്രദർ ആൻ്റണി ചോദിച്ച ചോദ്യം ദൈവസഭയ്ക്ക് ഉപകാരമായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. ഈ സന്ദേശം എല്ലാവിധ ക്രിസ്തീയ ഗ്രൂപ്പുകാരും അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, അവരിൽ പലരും ഇത് ഏറ്റെടുക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടട്ടെ. As you know, being the Saturday of the retreat of January 2025, typically today we usually the message is for resolving some of the doubts that come up during the retreat. But since during this retreat we have not received any questions, today we will be trying to answer a question that we received from US from a brother Anthony, who is a Catholic evangelist, and we think this will be I think this will be very useful for the church. Having said that, it's a matter of great pleasure that this message is being heard by people of various denominations, not just one denominations, and selected people from all the denominations are actually taking up this message. അദ്ദേഹത്തിൻ്റെ സംശയം ഇതാണ്: അന്ത്യകാലത്ത് വെളിപ്പെടുന്ന രക്ഷ എന്ന് ബൈബിളിൽ ഒരു ടേമുണ്ട്. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ പലരോടും ചോദിക്കുന്നു, രക്ഷിക്കപ്പെട്ടോ? അദ്ദേഹം ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത്. അത് രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ പലരും പറയും രക്ഷിക്കപ്പെട്ടു, അപ്പൊ പിന്നെ ഇനിയൊന്നുമില്ലല്ലോ. പക്ഷെ ബൈബിൾ പറയുന്നു അന്ത്യകാലത്ത് വെളിപ്പെടുന്ന രക്ഷ. അതെന്താണ് ദേവദാസൻ ഈ അന്ത്യകാലത്ത് വെളിപ്പെടുന്ന രക്ഷ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അത് 1 പത്രോസ് 1 അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളാണ്. മലയാളത്തിൽ 4 ഇംഗ്ലീഷിൽ 5 ആ വാക്യം. So this dear brother's question is related to the term the salvation that is to be revealed in the last time. So as you all know, the most important question that most of us are asked during when we encounter an evangelist or any other ministry is that, have you been born again? Have you been saved? And being a Catholic evangelist, I think he also asks these questions quite a lot. But in this context, he is asking, what does it mean by this term that is given in 1 Peter 1 chapter 4, 5 and 6, where it says salvation ready to be revealed in the last time. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇതിങ്ങനെ ഒരു സംഭവം വരാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു വിഷയത്തെ ഫേസ് ചെയ്യാത്തതുകൊണ്ട് ഒരുപക്ഷെ വലിയൊരു അതിനെക്കുറിച്ചൊരു ആകാംക്ഷ ഉണ്ടാകത്തില്ലായിരിക്കാം. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. 1 പത്രോസ് 1 അധ്യായം 4-5 വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നു, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. അപ്പൊ ഇപ്പൊ രക്ഷിക്കപ്പെട്ടിട്ടില്ലേ? അന്ത്യകാലത്തിലാണോ രക്ഷ വെളിപ്പെടുന്നേ എന്നുള്ളതാണ് ചോദ്യം. Since you may not have encountered this question, you may not be really worried about it, but let's deal with this question. Let's first read the verse. This is 1 Peter 1 chapter 1 verse 4 and 5. Unto an inheritance incorruptible and undefiled, and that fadeth not away, reserved in heaven for you,
who by the power of God are guarded through faith unto a salvation ready to be revealed in the last time. So it's regarding this word that a salvation ready to be revealed in the last time. The question is, does that mean the salvation has already not been revealed to us? ഹല്ലേലൂയ. എന്തെങ്കിലും ഈ സംശയം ഉണ്ടായിട്ടുണ്ടോ? ആ വചനത്തിലൂടെ കടന്നു പോയി. അപ്പൊ ഈ രക്ഷ വെളിപ്പെടുന്നത് അന്ത്യകാലത്താണ്. അപ്പൊ ഇപ്പോഴുള്ള രക്ഷ എന്താണ്? അന്ത്യകാലത്ത് ഉള്ള രക്ഷ എന്താണ്? ഇത് നാം അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഒരു വചനം വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും. വിശ്വാസ വീരന്മാരുടെ പട്ടിക പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമുണ്ട് ബൈബിളിൽ. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം. അവരെല്ലാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ജയം പ്രാപിച്ചവരാണ്, സാക്ഷി ലഭിച്ചവരാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം ശ്രേഷ്ഠമായതൊന്നും നമുക്ക് മുൻകരുതിയിരിക്കുന്നു. അപ്പോ അവർ സാക്ഷി ലഭിച്ചെങ്കിലും രക്ഷാപൂർത്തി പ്രാപിച്ചിട്ടില്ല. അപ്പോൾ നാം രക്ഷിക്കപ്പെട്ട ആ രക്ഷ അതിൻ്റെ പൂർത്തിയിലേക്ക് എത്തണം. ആ രക്ഷാപൂർത്തിയിലേക്ക്, അതാണ് അതിൻ്റെ പെർഫെക്ഷൻ, രക്ഷയുടെ പെർഫെക്ഷൻ. അതിലേക്ക് നാം എത്തിച്ചേരണം. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 39-40 വായിക്കുമ്പോൾ നമുക്കതറിയാം. ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് വായിക്കാം. Dear brothers, have any of you encountered this question before? If you haven't gone through this verse, that is 1 Peter chapter 1 verse 4 and 5 in detail, you may not have encountered this question. So the question that people typically ask is, if there is a salvation that is to be revealed in the last days, what is a salvation that we have already received? What is the difference between these two salvations? And in order to understand this, we should look at another verse. This verse is in Hebrews 11 verse 39, and it speaks. If you look at the context of this verse, this verse speaks about the heroes of faith who have done great deeds of faith, and it says that they have not yet received the salvation, so that they won't receive the salvation, the perfection of salvation without us. So let's read this verse. ശ്രദ്ധിക്കുക. എബ്രായർ 11:39. അവരെല്ലാവരും, ആരാണ് ഈ അവരെല്ലാവരും? വിശ്വാസ വീരന്മാർ. അബ്രഹാം അടക്കമുണ്ട് അതിൻ്റെ ഉള്ളിൽ. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷി ലഭിച്ചിട്ടും അവർ പാസ്സായി. വിശ്വാസത്തിന്റെ പരിശോധന പാസ്സായി. വിശ്വാസ സാക്ഷി ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അതിൻ്റെ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിയില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി എന്ന് പറഞ്ഞ രക്ഷാപൂർത്തി. അപ്പൊ രക്ഷയ്ക്ക് എന്നാ ഉണ്ട്? ഒരു പൂർത്തീകരണമുണ്ട്, ഒരു പെർഫെക്ഷൻ ഉണ്ട്. രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന്, അയ്യോ അതെന്താ അങ്ങനെ? ദൈവം അങ്ങനെ നിശ്ചയിച്ചേ. ദൈവം ആരാണ്? ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കരുതെന്നാണ് ദൈവത്തിന്റെ നിയമനം. മനസ്സിലായോ? Let's read this verse. Yet all these, here it's referring to the various heroes of faith, including Abraham. Yet all these, though they were commended for their faith, receive what was promised. So it says that though they were commended for their faith, they did not receive what was promised. Why did they not receive what was promised? And it continues, says, since God had provided something better, so that they would not, apart from us, be made perfect. So this they won't be made perfect apart from us. So they did not, in order that they won't be made perfect apart from us, God prevented them from receiving the promise that was promised to them. ഹല്ലേലൂയ. ഇവരൊക്കെ ജയിച്ചവരാ.
ഇത് തുടങ്ങുമ്പോഴും പറയുന്നുണ്ട്, ഈ അധ്യായം തുടങ്ങുമ്പോഴും പറയുന്നുണ്ട് ഇവരൊക്കെ ഓൾറെഡി സാക്ഷ്യം ലഭിച്ചവരാ. പക്ഷേ രക്ഷാപൂർത്തിയിലേക്ക് എത്തിയില്ല. അവരെത്തും, പക്ഷെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. നമ്മൾ അതിൻ്റെ ഒന്നാം അധ്യായത്തിലേക്ക്, ഒന്നാം വാക്യത്തിലേക്ക്, ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 1 and 2 വരുമ്പോൾ, അതിൻ്റെ സെക്കൻഡിലേക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, അതിനാലല്ലോ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ആ പൂർവികന്മാരുടെ ലിസ്റ്റാണ് തുടർന്ന് താഴേക്ക് പറയുന്നത്. അവർക്ക് ഓൾറെഡി സാക്ഷ്യം ലഭിച്ചു. എന്തിൽ? വിശ്വാസത്തിൽ. അതുകൊണ്ടാണ് ആദ്യം പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. അതിനാലല്ലോ, ഏതിനാൽ? ഈ വിശ്വാസത്താലല്ലോ പൂർവിക സാക്ഷ്യം ലഭിച്ചത്. തുടർന്ന് അവരുടെ ലിസ്റ്റാണ് പറയുന്നത്. ആ ലിസ്റ്റ് കഴിഞ്ഞിട്ട് പറയാണ്, അവരെല്ലാവരും സാക്ഷ്യം ലഭിച്ചവരെങ്കിലും രക്ഷാപൂർത്തിയിലേക്ക് വന്നില്ല. ദൈവം നമുക്ക് വേണ്ടി ഒന്ന് മുൻകരുതിയിരിക്കുന്നു. So, as I told before, the context of this verse is referring to the various heroes of faith. And they are all people who have already won, who have already received the approval. But still God has not fulfilled his promise to them, because he is making them wait in order that we too may receive that promise along with them. So it's written in the same chapter, that is Hebrews chapter 11 verse 1 and 2, that they have already received approval. Here Hebrews chapter 11 verse 2 says, indeed by faith our ancestors received approval. So they have already received approval and they have already won. Hallelujah. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായത്? ഞാനിത് ദൈവസന്നിധിയിൽ വെച്ചു. എനിക്ക് ഇദ്ദേഹത്തെ ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ എൻ്റെ അകത്തില്ലായിരുന്നു. ഞാൻ ദൈവസന്നിധി വെച്ചപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് പ്രകാശിപ്പിച്ചത്, ഈ കഴിഞ്ഞ 2024 ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ഇവിടെ ലോകസഭ ഇലക്ഷൻ നടന്നു. ഏകദേശം 547-550 സീറ്റുകളിലേക്കായിരുന്നു ഇലക്ഷൻ നടന്നത്. കേരളത്തിലൊക്കെ ഏകദേശം, ഞാൻ ചിന്തിക്കുന്നത്, ഏപ്രിൽ ഫസ്റ്റ് വീക്കുകളിലായിരുന്നു ഇലക്ഷൻ. പിന്നെ ഏകദേശം 2.5-3 മാസം ഡ്യൂറേഷൻ ആയിരുന്നു ആ ഇലക്ഷൻ. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇങ്ങനെ ഇലക്ഷൻ ഇങ്ങനെ ഓരോ ഭാഗത്തും കംപ്ലീറ്റ് ചെയ്യപ്പെടുക. അല്ല, കേരളത്തിലെ കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് റിസൾട്ട് എടുത്തിട്ട് അവരെ മന്ത്രിയാക്കിയില്ല. അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലെ കഴിഞ്ഞെന്നും പറഞ്ഞ് അവരെ സെലക്ട് ചെയ്ത് മന്ത്രിയാക്കിയില്ല. ഇതെല്ലാം ഈ 2.5-3 മാസം വെയിറ്റ് ചെയ്തു. 2.5-3 മാസം വെയിറ്റ് ചെയ്ത്, ഞാൻ ചിന്തിക്കുന്നു ഡേറ്റുകൾ ചിലപ്പോൾ തെറ്റിപ്പോകാം, ജൂൺ 4-ാം തീയതി ഇത് കൗണ്ട് ചെയ്തിട്ട് ജയിച്ചത് തോറ്റത് ആരാന്ന് തീരുമാനിച്ചു. എന്നിട്ട് ജൂൺ 9-ാം തീയതി വരെ എല്ലാവരും കാത്തിരിക്കേണ്ടി വന്നു. മന്ത്രിസഭ രൂപീകരണം ജൂൺ 9-ാം തീയതി ആയിരുന്നു. 2004, ഞാൻ എൻ്റെ ഡേറ്റ് ചിലപ്പോൾ തെറ്റിന്നിരിക്കാട്ടോ, ജൂൺ 9-ാം തീയതി ആയിരുന്നു എന്നാണ് എൻ്റെ ചിന്ത. അന്നാണ് ഏപ്രിൽ മുതൽ നടന്ന ഇലക്ഷനിൽ ജയിച്ച വ്യക്തിത്വങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു മന്ത്രിസഭയായി രൂപം പ്രാപിച്ചത്. ഇതേപോലെ തന്നെ ഈ കാലങ്ങളിലെല്ലാം ജീവിച്ച് ജയം പ്രാപിച്ചവർ, സാക്ഷ്യം പ്രാപിച്ചവർ എല്ലാവരും കൂടെ ഒരുമിച്ച് ദൈവം ഒരു ദിവസം കരുതിയിട്ടുണ്ട്. ആ ദിവസമാണ് നമ്മുടെ രക്ഷാപൂർത്തി വെളിപ്പെടുന്നത്, നാം അവകാശം പ്രാപിക്കുന്നത്. നാം ആരും അവകാശം പ്രാപിച്ചിട്ടില്ല, അവകാശം പ്രാപിക്കാൻ വേണ്ടിയാണ് നാം രക്ഷ പ്രാപിച്ചത്. ഇതാണ് ദൈവവചനം പറയുന്നത്. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്ത അവകാശത്തിനായി, ഭാവിയിൽ അവകാശത്തിനായി ഇപ്പോൾ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു, രക്ഷ പ്രാപിച്ചിരിക്കുന്നു. Let me give you an example to make you understand more clearly. So if you remember correctly, this last year, that is 2024, we had a Lok Sabha election. And in that Lok Sabha election, if you remember, it happened over the course of 3 months, that is April, May and June. And I think the Lok Sabha elections in Kerala was in April. So if you remember,
we had our elections, we gave our votes, but the results were not proclaimed immediately. Instead, they went and conducted the elections in other states, and it was, although we had our votes by April 20 or approximately in the middle of April, it was in June that, I think June 4, that these votes were, and it was finally in June 9 that the central government cabinet was finally reformed. So if you remember, if you understand this correctly, you can see that although the election was done in April, the results for Kerala was kept in waiting till June 4, so that the elections are completed in other places as well. It is in the same way that although the elections have been done over the course of history, God is keeping it waiting so that we will receive although we have received our salvation, we will receive our inheritance only at the end, when the salvation of the finality of the salvation is revealed. മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത്, അവർ നമ്മെ കൂടാതെ, ഏതാണ് അവർ? ഇതുവരെ ജീവിച്ച വിശ്വാസ വീരന്മാർ, എബ്രാഹിം ഒക്കെ ഉണ്ട് ആ ലിസ്റ്റില്. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് വേറെ ആരുമല്ല, ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. എല്ലാവരും കൂടി ഒരുമിച്ച് വേണം ഫൈനലി ആ മന്ത്രിസഭ, 3 മാസത്തെ ഇലക്ഷന് ശേഷം മന്ത്രിസഭ ഒരുമിച്ച് രൂപീകരിക്കപ്പെട്ടതുപോലെ നാം ഒരുമിച്ചായിരിക്കും ആ ദൈവിക അവകാശത്തിലേക്ക് പ്രവേശിക്കുന്നത്. So although these heroes of faith have already passed the test, although they have been saved, they are kept in waiting so that the inheritance will be revealed together along with us. As it says in Hebrews 11, God had predetermined something better for us, so that he kept them waiting, so that it will be together with us that even these heroes of faith will finally enter into the inheritance. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്ന, ദൈവജനത്തിന് ഒരു സബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും അത് കിട്ടാതെ വരുമോ എന്ന് ഭയപ്പെടണം. അതുകൊണ്ട് ശ്രദ്ധയോടെ ജയം പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുക. ഹല്ലേലൂയ. So that's why the word of God says that there is a Sabbath experience that is left for the people of God, and we should be concerned that we won't receive it, and we should run our race carefully so that we will receive it. പ്രിയ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചേ, നമ്മുടെ രക്ഷയുടെ തുടക്കം വീണ്ടും ജനനത്തിൽ, എന്നാൽ അതിൻ്റെ ഒടുക്കം അവകാശത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്, ദൈവഭവനത്തിൽ ദൈവത്തോടൊപ്പം വാസം തുടങ്ങുമ്പോഴാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. Dear children, please note that the beginning of our salvation is when we are born again, and the end of our salvation is when we finally enter into the inheritance of God, when we become part of God's family. അപ്പൊ ഇപ്പോഴെന്താണ്? ഇപ്പോൾ നാം എന്തായി തീരുമെന്ന് ഇതുവരെ അറിയത്തില്ല. ഇതാ ബൈബിൾ പറയുന്നത്. ജയിക്കുവോ തോക്കുവോ എന്നൊന്നും ഇതുവരെ അറിയത്തില്ല. ജയിച്ചാൽ നാം ദൈവത്തിന്റെ മകൻ, അവകാശിയായി തീരും. അതുകൊണ്ട് എല്ലാവരും ഓടുന്നുവെങ്കിൽ ജയം പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുക. എപ്പോഴും ശ്രദ്ധിച്ചുകൊള്ളുക, നമ്മളെ തന്നെയും നമ്മളുടെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. തെറ്റിയാൽ നമ്മളുടെ എത്തത്തില്ല. So what is our stage right now? Right now the word of God says that we don't know what will happen to us, what is going to happen, what will happen to us in the future. Be careful to run our race, because although we have been saved, we don't know if we will reach the end and attain victory. So we should be careful, and we should be careful of our teachings and our ways. നമ്മുടെ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് പറയണേ എവിടെയാ? 1 യോഹന്നാൻ 3-ാം അധ്യായം പറയാണ്, നാം ദൈവമക്കളാണ്. എങ്ങനെ? ബൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ.
പക്ഷെ നാം എന്തായി തീരുമെന്നുള്ള കാര്യം ഇതുവരെ തീരുമാനം ആയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്, ഇപ്പൊ നീ സ്റ്റെതസ്കോപ്പൊക്കെ ഇട്ടാ നടക്കണേ, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ജയിച്ചാലേ ഡോക്ടർ ആകുള്ളൂ. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, പ്രിയമുള്ളവരേ, 1 John 3:2, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവ മക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷം ആയില്ല. ജയിച്ചാൽ നാം ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളായി തീരും. നാം അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം ക്രിസ്തുവിനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകിയാൽ നാം ക്രിസ്തുവോട് സദൃശ്യരായി തീരും. തീരും തീരും ഹല്ലേലൂയ. അത് ഫ്യൂച്ചർ ടെൻസാ, തീരും. So that's why it says in 1 John chapter 3 verse 2 that we are children of God, and it has not yet made manifest what we shall be. So right now we are children of God, but we don't know if we will reach till the end. It's like a person who has entered a course for being a doctor, for the MBBS course. He has the status course, he's being trained, but only after the training ends that he will become a full doctor. So in the same way, this verse says that, beloved, we are now children of God, and it has not yet made manifest what we will be has not yet been revealed. What we do know is that when he is revealed, we will be like him, for we will see him as he is. So only when Jesus is revealed that we will be finally transformed. ചിലർക്ക് ഈ വേടൊരു സംശയം ഉണ്ടാകും. അപ്പൊ നമ്മളിപ്പോ ദൈവമക്കളാണല്ലോ എന്നൊരു ചോദ്യം ഉണ്ട്. തീർച്ചയായും ദൈവമക്കളാണ്. എങ്ങനെയാണ്? ബൈ ഫെയ്ത്ത്. അതാണ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഗലാത്യലേഖനം 3:26 പറയുകയാണ് നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ദൈവമക്കള്. ദൈവത്തിന്റെ വചനം യോഹന്നാൻ 1:12 പറയുന്നു, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അധികാരം കൊടുത്തു. ആയിത്തീരാൻ, പവർ ടു ബിക്കം, ആയിത്തീരാൻ അധികാരം കൊടുത്തു. ഇന്ന് നാം ദൈവമക്കളാണ്. എങ്ങനെ? ബൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് ഗലാത്യലേഖനം 3:26 പറയുന്നത്, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാവുന്നു. അപ്പൊ ഇപ്പൊ എങ്ങനെയാ ദൈവത്തിന്റെ മക്കൾ? ബൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. ഇനി അത് സത്യമാണെന്ന് തെളിയിച്ചാൽ മാത്രം മതി. വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ നാം നിത്യം ദൈവത്തിന്റെ മക്കളായി ജയിക്കും. So now you may be asking, how are we children of God right now? So it's written in Galatians 3 verse 26, for in Christ Jesus you are all children of God through faith. So ye are all sons of God through faith in Christ Jesus. So right now we are children of God through faith in Christ Jesus. And how did we become this? It's as is written in John chapter 1, to all who believed he gave the authority to be sons of God. So right now we are children of God by faith, and it is by proving in the test of faith that eventually that we will be finally attain the inheritance. ഹല്ലേലൂയ. അപ്പോ ഇത് വ്യക്തതയോടെ മനസ്സിലാക്കണം. നാം ഇതുവരെ ആയിട്ടില്ല. ജയിച്ചാൽ വെളിപ്പാട് 21:7 പറയുന്നു, ജയിക്കുന്നവൻ ഇത് അവകാശമായി കിട്ടും. അപ്പൊ ജയിക്കുന്നവൻ ഇത് എന്തായി കിട്ടും? ജയിക്കുന്നവൻ എന്തായി കിട്ടും? അവകാശമായി കിട്ടും. ഇതാണ് മനസ്സിലാകേണ്ടത്. ഇതാണ് രക്ഷയുടെ പൂർത്തീകരണം. ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും. അവകാശം എന്ന് പറഞ്ഞ അവകാശം. അപ്പോ വീണ്ടും ജനനം ആരംഭമാണെങ്കിൽ അവകാശമാക്കുന്നതാണ് രക്ഷയുടെ അവസാനം. ഹല്ലേലൂയ. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജയിക്കുന്നവന് വെളിപ്പാട് 27 ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. അപ്പോ ദൈവത്തിന്റെ മകനാകാൻ ക്രിസ്തയേശുവിൽ നാം വിളിക്കപ്പെട്ടവരാണ്. So we see the completion of the salvation we see in Revelation 21 verse 7. He that overcomes shall inherit these things, and I will be his God, and he shall be my son. So right now we are sons of God by faith in Christ Jesus, and it is at that point we will finally inherit it, that
I'll be his God and he'll be my son. So it is at that point of time that completion of salvation happens. ഹല്ലേലൂയ. ഇനി നമുക്ക് ആ പ്രിയ കത്തോലിക് ഇവാഞ്ചലിസ്റ്റിന്റെ ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാ 1 പത്രോസ് 1:4 5 ഭാഗങ്ങളായിരുന്നു. അതിൽ തന്നെ നമുക്ക് കാണാം ഈ അന്ത്യകാലത്ത് വെളിപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ വേടി തന്നെ രക്ഷയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഉണ്ട്, എൻഡിങ് പോയിന്റും കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ മതി, അത് കാണാൻ പറ്റും. അതിൻ്റെ 1:4 ഞാൻ വായിക്കാം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. അപ്പൊ എപ്പോഴാണ് വെളിപ്പെടാൻ പോണേ? അപ്പോ നാം ജയിച്ചോ തോറ്റോ എന്നറിയുന്നത് അന്ത്യകാലത്താ. ആ അവകാശം കിട്ടുമോ ഇല്ലേ എന്നുള്ളത് അന്ത്യകാലത്താ. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് എങ്ങനെ കാക്കണേ? വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി. അപ്പോൾ അന്ത്യകാലത്തിലെ രക്ഷയും അവകാശവും തമ്മിൽ ബന്ധമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവകാശത്തിനായി ഭാവിയിൽ സംഭവിക്കാൻ പോണതാ. ഇപ്പോഴോ ജനിപ്പിച്ചിരിക്കുന്നു, അത് ഇപ്പോൾ സംഭവിച്ചതാ. ആ വീണ്ടും ജനിച്ചതിനെയാണ് നാം രക്ഷിക്കപ്പെട്ടോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനുവേണ്ടി രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്തിന്? അന്ത്യകാലത്ത് കിട്ടാൻ പോകുന്ന അവകാശത്തിനായി. ഇതാണ് രക്ഷയുടെ പൂർത്തീകരണം. ഇതാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസിന് പോലും കൊടുക്കാതെ ദൈവം നമുക്ക് വേണ്ടി, നമ്മളും കൂടി വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. Now let's go back to the question of our dear brother from 1 Peter chapter 1 verse 3. Here itself we can see the two points of salvation, the beginning and both the end of the salvation. Let me read this here. From verse 3 he says, by his grace mercy he has given us a new birth unto a living hope through the resurrection of Jesus Christ from the dead, and into an inheritance that is imperishable, undefiled and unfading, kept in heaven for you. So the receiving of the inheritance happens at the very end, but who are being protected by the power of God through faith for a salvation ready to be revealed in the last time. So the receiving of the inheritance at the end, that is the salvation that is ready to be revealed in the last time, but he has given us new birth, and that is the salvation that we have received at the beginning of our faith, of our journey. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ രക്ഷയുടെ ആ വീണ്ടും ജനനം, ഇതിന്റെ അവസാന പാർട്ടാണ് അവകാശം. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്തായിരിക്കും? അതിന്റെ തൊട്ടടുത്ത വാക്യം പറയുന്നു, നാനാവിധമായ പരീക്ഷകൾ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഏത് പരീക്ഷ? വിശ്വാസത്തിന്റെ പരീക്ഷകൾ. ഗോഡ് ഈസ് വെയിങ് us. ദൈവം നമ്മളെ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ തൂക്കി നോക്കും. ഇവൻ 100 മേനിയാണോ, 60 മേനിയാണോ, 30 മേനിയാണോ, അതോ പുറത്താക്കണമോ എന്ന് തൂക്കി നോക്കും. അപ്പൊ ആദ്യ ഭാഗം വീണ്ടും ജനനം, അവസാന ഭാഗം അവകാശം, അതിൻ്റെ ഇടയിൽ മുഴുവൻ നാനാവിധമായ വിശ്വാസത്തിന്റെ പരീക്ഷകൾ. ഈ റൂട്ട് വ്യക്തതയോടെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത്, അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാവിധമായ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അപ്പൊ പല ദുഃഖങ്ങളും ഇവിടെയുണ്ട്, കാരണം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തിരിച്ചറിവ് എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകണം. ഈ 3 സ്റ്റേഷനും ഓർത്തിരിക്കണം. വീണ്ടും ജനനം, നാനാവിധകൾ. ആ പരീക്ഷയിൽ ജയിക്കുന്നവൻ ഇത് അവകാശമായി കിട്ടും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ആ അവകാശത്തോടു കൂടി ചേർന്ന് നമ്മളുടെ രക്ഷ പൂർണ്ണമാകും, അത് വെളിപ്പെടും. So, dear brothers, as I explained, the beginning of our salvation is the being born again state, and the end of our salvation is the receiving of your inheritance. So, what happens in the middle? What happens in the middle is the various tests
various trials of faith. It is written in the verses immediately after that is verses 6 and 7 itself, that in the middle we will be having a lot of faith. It says, wherein ye rejoice greatly, greatly rejoice, though now for a little while, if need be, ye have been put to grief in manifold trials. So in the middle we are having having our test of faith, and if we win in the test of faith, we will receive the inheritance. That is the end of our salvation. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ആ 3 സ്റ്റേഷൻ എന്തൊക്കെയാണ്? വീണ്ടും ജനനം, നാനാവിധമായ പരീക്ഷകൾ, അവകാശം. ഒന്ന് പറഞ്ഞേ. ഓ ഗ്ലോറി ടു ഗോഡ്. വളരെ എളുപ്പത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിച്ചു. വീണ്ടും ജനന, നാനാവിധമായ പരീക്ഷകൾ, ജയിക്കുന്നവന് അവകാശം. ജയിക്കണമെന്ന് വിട്ടുപോയല്ലേ പറയാനായിട്ട്? അത് വളരെ പ്രാധാന്യമാണ്. വീണ്ടും ജനനം, നാനാവിധമായ വിശ്വാസത്തിന്റെ പരിശോധനകൾ, ജയിക്കുന്നവന് അവകാശം. ഗ്ലോറി ടു ഗോഡ്. So what are the 3 stages? The 3 stages are being born again, manifold trials, and to him who wins, inheritance. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പോ ഈ പരീക്ഷകളിൽ എല്ലാം സംഭവിക്കുന്നത് പരീക്ഷയ്ക്ക് മുമ്പ് സിലബസ് ഉണ്ടാവും. ഹല്ലേലൂയ. ഓരോ സ്റ്റേജിലും സിലബസ് തരും. സിലബസ് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അത് മനസ്സിലാക്കിക്കോളാം. സിലബസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ പുറകെ എന്ത് വരും? പരീക്ഷ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് വളരണം. ഈ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ബൈപാസ് ദ ക്രിസ്ത്യാനിറ്റി ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിലെ ക്രിസ്ത്യാനിറ്റിയുടെ പാല് കുടിച്ചാൽ മത്തായി 7, 21, 22, 23 ചത്തുപോകും നിങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിലെ ആ ക്രിസ്തുവിന്റെ ക്രിസ്ത്യാനിറ്റിയുടെ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചോളണം. അപ്പൊ ഇനി ഇടയിൽ നാം ചെയ്യേണ്ട കാര്യം, വചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ഓരോ പരീക്ഷകളും, നാനാവിധമായ പരീക്ഷകളുണ്ട്. സയൻസ്, സാമൂഹ്യപാഠം, മാത്ത്, കണക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ധാരാളം പരീക്ഷകൾ ഉണ്ടാകും ഇവിടെ. അതിൽ എല്ലാം ജയിച്ച് സത്യസന്ധതയുടെ ഉണ്ടാകും, വിശ്വസ്തതയുടെ ഉണ്ടാകും, ഊർജ്ജസ്വലതയുടെ ഉണ്ടാകും, മടിയുടെ ഉണ്ടാകും, പല പല ടൈപ്പ് ആയിരിക്കും. അപ്പൊ ഇതിലൊക്കെ ജയം പ്രാപിച്ച് മുന്നേറുവാനായിട്ട് ഇടയാകണം. So dear brothers, if there is trials, then there is also a syllabus according to which we should learn in order to overcome these trials. And in order to do that, we should not rely on the syllabus of this world, of this worldly churches. Instead, we should drink the pure milk of Word of God and follow the Christianity that is given in the Bible. And it is by doing this that we will be able to overcome different trials, manifold trials of various kinds, just like we have tests for various subjects like science, of social studies, maths, etc. Similarly, we will have tests for our sincerity, of our hard working, all those kinds of various kinds of tests. ഇതാ നിങ്ങൾ ശ്രദ്ധിച്ചേ, രക്ഷിക്കപ്പെട്ട ദൈവജനത്തോട് കർത്താവിന്റെ വചനം പറയാണ്, രക്ഷിക്കപ്പെട്ടവരോട് പറയാണ് രക്ഷയ്ക്കായി വളരണമെന്ന്. രക്ഷിക്കപ്പെട്ടവരോടാ പറയുന്നത് രക്ഷയ്ക്കായി വളരണമെന്ന്. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ പറയുകയാണ്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്. വീണ്ടും ജനിച്ചവരോടാണ് പറയുന്നത്. അപ്പൊ വീണ്ടും ജനിച്ചവർക്ക് എന്തൊക്കെയുണ്ട്? ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ. ഇതൊക്കെ ആർക്കുണ്ട്? വീണ്ടും ജനിച്ചവർക്ക് ഉണ്ട്. അതെല്ലാം നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ, അതാണ് വീണ്ടും ജനനം. ഇപ്പോൾ ജനിച്ചെന്ന് പറഞ്ഞില്ലേ, അതാണ് വീണ്ടും ജനനം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. അപ്പൊ രക്ഷയ്ക്ക് എന്ത് വേണം? ഒരു വളർച്ച വേണം. അല്ലാണ്ട് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കയറാൻ പോകുന്നില്ല. രക്ഷയ്ക്കൊരു വളർച്ച വേണം. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പേൻ. അപ്പൊ രക്ഷയ്ക്ക് എന്താവശ്യമാണ്? ഒരു വളർച്ച
ആവശ്യമാണ്. എവിടെ പറയുന്നു? വിശുദ്ധ ബൈബിളിൽ പറയുന്നു. ചുറ്റുപാടും കേൾക്കുമ്പോൾ ഈസി വേ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു സ്വർഗത്തിൽ കയറും, വൺ സൈഡ് ഓൾവേസ് സൈഡ് എന്നൊക്കെ അടിച്ചുവിടും. ബൈബിളിൽ അങ്ങനെയല്ല. രക്ഷയ്ക്കായി ഒരു വളർച്ച ആവശ്യമാണ്. ഒരു ജഡീകനും ദൈവരായത്തിൽ കയറത്തില്ല. So the world may say that once saved, always saved, and once we have been born again, we need not do anything. But the Bible says that after our being born again state, we should grow for our salvation. This is written in 1 Peter chapter 2 at the very beginning itself. Read yourselves. Remember, this letter is being sent to those who have already been born again, that is, also have already passed the first stage. Here it says, rid yourselves therefore of all malice and all guile and insincerity, envy and all slander. Like newborn infants, long for the pure spiritual milk, so that by it you may grow into salvation. So there is a process of growing into salvation. So don't just believe the words that the people say that where there is once saved, always saved, and we need not really do anything after having been born again. ഹല്ലേലൂയ. ഒരു ഹെൽത്തി ഗ്രോത്ത് വേണമെങ്കിൽ എന്തു വേണം? ഒരു ഹെൽത്തി ഗ്രോത്ത് വേണമെങ്കിൽ എന്നാ വേണം? ഒരു ആരോഗ്യപരമായ വളർച്ച വേണമെങ്കിൽ എന്നാ വേണം? ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ച ആരോഗ്യപരമായ ഹെൽത്ത് കിട്ടുമോ? ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഭക്ഷണം കഴിച്ചിട്ട് ഗുണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കണേ. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം, അതോടൊപ്പം തന്നെ വർക്കൗട്ട് ചെയ്യണം, എക്സർസൈസ് ചെയ്യണം. ഇതാണ് വിശുദ്ധ ബൈബിളിൽ രക്ഷിക്കപ്പെട്ട ജനത്തോട് പറയുന്നത്. വർക്കൗട്ട് യുവർ സാൽവേഷൻ. മനസ്സിലാവുന്നുണ്ടോ? വർക്കൗട്ട്, എക്സർസൈസ് യുവർ സാൽവേഷൻ. വർക്കൗട്ട്. അല്ലെങ്കിൽ എന്തു പറ്റും? ബോഡി ഉണ്ടാകും, വെറും പിത്തം പിടിച്ച ബോഡി ആയിരിക്കും. ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് പോയാൽ പറഞ്ഞ് കഥയ്ക്കും. മറ്റേതങ്ങനെയല്ല, വർക്കൗട്ടും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സ്റ്റാമിന, ഫിസിക്കൽ സ്റ്റാമിന ഉണ്ടാകും, അതേപോലെ സ്പിരിച്വൽ സ്റ്റാമിന ഉണ്ടാകും. Dear brothers, in our physical body, what should we do for our growth? There are two things. One, we should eat healthy food, and not just healthy food, we should eat healthy food in the right amount, and we should also work out our muscles. If we don't work out, then if we do even a small task, our body will be straining after that. In the same way, for our spiritual growth as out our salvation. That's why St. Paul says that we should work out our salvation, and without that our body will only grow big, but we will not attain strength. അപ്പോ 1 പത്രോസ് 2:1 പറയുകയാണ്, നീ കഴിക്കണം, വചനമില്ലാത്ത മായമില്ലാത്ത പാല് കുടിക്കണം. പക്ഷേ ഫിലിപ്പിയൻ 2:12 പറയാണ്, അത് മാത്രം പോരാ, ഇവിടെ നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കുടിക്കുക മാത്രമല്ല, നിന്റെ സാൽവേഷൻ വർക്കൗട്ട് ചെയ്യണം. അതാണ് ഫിലിപ്പിയ 2:12 പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തായിരിക്കുമ്പോഴും ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പേൻ. രക്ഷിക്കപ്പെട്ടവർ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുകയാണ്, KJV എഴുതിയിരിക്കുകയാണ്, വർക്കൗട്ട് യുവർ ഓൺ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിങ്. വർക്കൗട്ട് യുവർ സാൽവേഷൻ. അപ്പോ ഭക്ഷണം കഴിക്കണം, വചനം എന്ന മായമില്ലാത്ത പാൽ കഴിക്കണം, അതിനുശേഷം വർക്കൗട്ട് യുവർ സാൽവേഷൻ. അപ്പോ സ്പിരിച്വൽ മസിൽസ് ഉണ്ടാകും. അത് നടക്കുന്നത് നാനാവിധ പരീക്ഷകളിലാണ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. Dear brothers, in 1 Peter chapter 2 verse 1 and 2, Peter says that we should eat the pure word of God so in order to grow. And in Philippians chapter 2 verse 12, St. Paul says that just eating is not enough, we should also work out our salvation. In Philippians chapter 2 verse 12, it says, so then my beloved, even as ye have always obeyed, not as in my presence only, but now much more in my absence, work out your own salvation with fear and trembling. So it is by working out our own salvation that we will be growing spiritual muscles, and which we can use to overcome the trials.
ഹല്ലേലൂയ. ഇത് നമ്മൾ ചെയ്യുമ്പോ നമുക്ക് വേണ്ടി ഒരാൾ പിതാവിന്റെ വലതുഭാഗത്ത് ഡ്യൂട്ടിയിലുണ്ട്. അതാണ് ക്രിസ്തു. ആ ക്രിസ്തു നമ്മുടെ രക്ഷയെ പൂർണ്ണമാക്കും. മനസ്സിലായോ? അപ്പോ ഒരു ഭാഗത്ത് നമ്മൾ കേട്ടു രക്ഷയ്ക്കായി വളരണം, വേറൊരു ഭാഗത്ത് നമ്മൾ കേട്ടു രക്ഷയ്ക്കായി പ്രവർത്തിക്കണം, വർക്കൗട്ട് ചെയ്യണം. ഇനി കേൾക്കാൻ പോകുന്നത്, ഇത് നാം ചെയ്യുമ്പോൾ സ്വർഗീയ പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന യേശു നമ്മുടെ രക്ഷയെ പൂർത്തീകരിക്കും. രക്ഷാപൂർത്തീകരണം. അതാണ് ഹെബ്രായ ലേഖനം 7:25. So, dear brothers, while on the one side we eat pure milk of word of God to grow, we work out our salvation. While we do that, there is a third process happening, that is our Lord Jesus sitting on the right hand of God, who will make our salvation perfect. And this is written in Hebrews chapter 7 verse 25 onwards. ഹല്ലേലൂയ. അതുകൊണ്ട് ഹെബ്രായർ 7:25, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? പലരും ഈ വചനം ശ്രദ്ധിക്കണം. യേശുവിൽ കൊണ്ടുപോയി നിങ്ങളുടെ സാൽവേഷൻ അവസാനിപ്പിക്കരുത്. യേശു മുഖാന്തരമായി ദൈവത്തോട് അടുക്കണം. കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കുക. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി, അതായത് ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷാവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ, ആര്? ക്രിസ്തു. അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ, ആരെ? രക്ഷിക്കപ്പെട്ടവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ ക്രിസ്തു പ്രാപ്തനാകുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ടവർക്ക് എന്താവശ്യമാണ്? രക്ഷാപൂർത്തി ആവശ്യമാണ്. അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ പിതാവിന്റെ വലതുഭാഗത്ത് ഇപ്പോൾ ഡ്യൂട്ടിയിലായിരിക്കുന്ന ക്രിസ്തു മതിയായവൻ ആണ്. അപ്പോ രക്ഷയ്ക്കായി വളരണം, അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ പൂർണ്ണമായി വലതുഭാഗത്ത് ക്രിസ്തു ഉണ്ട്. ആ ക്രിസ്തു നമ്മളെ ഒരിക്കലും തുപ്പിക്കളയില്ല. നമ്മൾ ഇതിനോട് സഹകരിക്കുന്നുവെങ്കിൽ ക്രിസ്തു തൻ്റെ അപ്പന്റെ മുമ്പാകെയും അപ്പന്റെ ദൂതന്മാരുടെ മുമ്പാകെയും നമ്മളെ ഏറ്റുപറയും. So here it says in Hebrews 7 verse 25, wherefore also he, that is Jesus, is able to save to the uttermost. So this is to the people who have already attained the salvation. Jesus is able to save to the uttermost them that draw near unto God through him. So remember, we should not stop at Jesus. We should go through Jesus we should draw near unto God. To those who draw near unto God, Jesus is able to save to the uttermost, seeing he ever liveth to make intercession for them. For such people who are eating the pure milk, who is working out the salvation and following the program, Jesus will never spit us out. Jesus will always acknowledge us in front of his Father. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെയുള്ള വ്യക്തികളെ തൻ്റെ അപ്പന്റെ മുമ്പാകെയും അപ്പന്റെ ദൂതന്മാരുടെ മുമ്പാകെയും യേശു ക്രിസ്തു ഏറ്റുപറയുവാനായിട്ട് ഇടയാകും. നമ്മൾ ജയിക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. അതാണ് വെളിപ്പാട് പുസ്തകം 21:7 പറയുന്നത്. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവനിക്ക് മകനുമായിരിക്കും. അപ്പോൾ വീണ്ടും ജനനത്തിൽ ആരംഭിച്ചു, ആ അവകാശത്തിൽ ചെന്ന് അവസാനിച്ചു. അതാണ് നമ്മുടെ രക്ഷാ പൂർത്തി. ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന്. So to those who follow the program, Jesus will never spit us out. He will acknowledge us in front of his Father and our Father, and we will be able to win in that way. And when we win, we will receive what is written in Revelation chapter 21 verse 7, that is, to him who wins, this will be his inheritance. I will be his God and he will be my son. ഇതാ നിങ്ങൾക്ക് ഒരു വാക്യം കൺഫർമേഷന് വേണ്ടി തരാം. യേശു ക്രിസ്തു സഭയോട് പറയാണ്, രക്ഷിക്കപ്പെട്ടവരോട് പറയുകയാണ്. വെളിപ്പാട് 3:5 സഭയോടാണ് പറയുന്നത്, സർദീസിലെ സഭയോടാണ് പറയുന്നത്. അവർ യോഗ്യരാകയാൽ, മീൻസ് അവർ ജയിച്ചവരാകയാൽ, വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. അതിന്റെ അർത്ഥം, അല്ലാത്തവന്റെ പേര്, ജയിക്കാത്തവന്റെ പേര് മായ്ച്ചു കളയും. അവന്റെ പേര് ഞാൻ ജീവപുസ്തകം മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും
അപ്പൊ യേശു അല്ല പിതാവെന്ന് മനസ്സിലായോ? പിടുത്തം കിട്ടിയ? എന്റെ പിതാവിന്റെ സന്നിധിയിലും പിതാവിന്റെ ദൂതന്മാരുടെ മുമ്പിലും ഞാൻ ഏറ്റുപറയും. കേട്ടോ? ഇറ്റ്സ് എ പ്രോമിസ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു നമ്മളെ തുപ്പരുത്. യേശു നമ്മളെ പിതാവിൻ്റെയും പിതാവിൻ്റെ ദൂതന്മാരുടെ മുമ്പാകെയും ഏറ്റു പറയാനിടയാകണം. അതുവഴി നാം ജയിച്ച് അവകാശത്തിലേക്ക് പ്രവേശിക്കുവാനിടയാകും. അല്ലാത്തവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയും. Let me give one more verse for the confirmation. This is Revelation chapter 3 verse 5. He that overcometh, that is to him who that wins, he that overcometh shall thus be arrayed in white garments, that he will receive white garments, and I will not blot his name out of the book of life. So that means that to those who does not overcome, Jesus will blot out their name from the book of life. And Jesus says, and I will confess his name before my Father and before his angels. Remember, this shows that Jesus is not the Father, but Jesus will confess our name in front of the Father and before his angels. So remember that if we follow his path, Jesus will not split us out. Instead, he will confess us before his Father and before his angels. ഹല്ലേലൂയ. അപ്പോൾ നാം എല്ലാം ജയിക്കണം. എന്ന് പറഞ്ഞേ, ഞാൻ ജയിക്കണം. ഞാൻ ജയിക്കണം. ജയിക്കാണ് യേശു ക്രിസ്തു ഏറ്റ് പറയുന്നത്. ലോക ക്രിസ്ത്യാനിറ്റിയിൽ, വേൾഡ് ക്രിസ്ത്യാനിറ്റിയിൽ ജയം ആവശ്യമില്ല. അവിടെ ആരാധന മാത്രം മതി. bypass worldly Christianity and align with the Christianity of the Bible. വ്യക്തമായി തിരിച്ചറിയുക. നമുക്ക് പ്രാർത്ഥിക്കാം. So dear brothers, please resolve that we should win. Remember that the world Christianity does not really speak about winning here. It just needs worship. But the Christianity that is given in the Bible, in the Christianity that is given in the Bible, we are asked to win. We are asked to overcome. So please bypass the world Christianity and align yourself with the Christianity that is given in the Bible. ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് സംസാരിച്ചോ? മനസ്സിലായോ? ഉത്തരം കിട്ടിയോ? ഗ്ലോറി ടു ഗോഡ്. നമുക്ക് ദിവസം എഴുന്നേക്കാം, പ്രാർത്ഥിക്കാം. ഓ ഫാദർ, വി താങ്ക് യു, ഗിവ് യു ഗ്ലോറി. കണ്ണുകളടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അന്ത്യകാലത്ത് വെളിപ്പെടുന്ന രക്ഷ. രക്ഷിക്കപ്പെട്ടു, രക്ഷയ്ക്കായി വളരുന്നു, രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നു. നാനാ പരീക്ഷകളാൽ നാം വിശ്വാസത്തിന്റെ പരിശോധനയിൽ ദൈവം നമ്മുടെ വെയിറ്റേജ് നോക്കുമ്പോൾ നാം ജയിച്ചാൽ മൂന്നാമത്തെ സ്റ്റേഷനിലേക്ക് എത്തും. നാം അവകാശം പ്രാപിക്കും. യേശുക്രിസ്തുവിന്റെ എല്ലാ പ്രസംഗത്തിലും കേൾക്കാൻ, ജയിക്കുന്നവൻ ഇത് അവകാശമായി പ്രാപിക്കും. കൃപയാൽ ബൈബിളിലെ ക്രിസ്ത്യാനിറ്റിയെ ഒന്ന് മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഓരോ നിമിഷവും ദിവസവും ദൈവം നമ്മളെ അതിൽ വളർത്തുന്നു. അപ്പനോട് നന്ദി പറഞ്ഞുകൊണ്ട്, വെറും തിയറി അറിയുന്ന ഒരു തിയറി ക്രിസ്ത്യാനിയെ മാത്രം അവസാനിക്കാതെ, അപ്പാ ഞാൻ അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കുന്നു, എനിക്ക് സ്വയമേ ജയിക്കുവാൻ കഴിവില്ല, എന്നെ അങ്ങ് ജയിപ്പിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ, താഴ്മയോടെ ഓരോ വ്യക്തികളും ദൈവസന്നിധിയിൽ ദൈവത്തിൽ ആശ്രയിച്ചാട്ടെ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം സകലത്തിനും നമ്മളെ ശക്തരാക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന വചനത്തിനായി നന്ദി. വിശ്വാസ വീരന്മാർ അവരെല്ലാം സാക്ഷി ലഭിച്ചിട്ടും രക്ഷാപൂർത്തി പ്രാപിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ശ്രേഷ്ഠമായതൊന്ന് മുൻകരുതി. അതിലേക്ക് ഞങ്ങൾ അങ്ങയുടെ ആഗ്രഹപ്രകാരം എത്തിച്ചേരുവാൻ തക്കവണ്ണം അങ്ങ് തരുന്ന വചനത്തിനായി നന്ദി.
ഈ വചനപ്രകാരം ഒരു മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ അങ്ങ് ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. അങ്ങ് ഏൽപ്പിച്ചിട്ടുള്ള ഈ മക്കൾക്കായി സ്തോത്രം. ഇവരാരും നശിച്ചു പോകാതെ, ഒരുവൻ പോലും ദുഷ്ടന്റെ കയ്യിൽ പെട്ടത് തകർന്നു പോകാതെ, ലോകസ്നേഹത്തിൽ ഓടി ഒളിക്കാതെ, ഈസി വേ ഗോസ്പലിന്റെ ഇരകളായി തീരാതെ ഈ മക്കളേവരും ക്രിസ്തുവിൽ അങ്ങിൽ വാസം കണ്ടെത്തുവാൻ പുതിയ ആ ഡൊമെയിൻ ഞങ്ങൾ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ഉപയോഗിച്ച് അങ്ങയുടെ മകനായി സ്തോത്രം. അനുഗ്രഹിച്ചാട്ടെ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം. ഓൺലൈനിലൂടെ ഇനിയും ശ്രവിക്കുവാൻ പോകുന്ന മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ ശ്രവിക്കുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് കൂട്ടായിരിക്കണമേ കർത്താവേ. ഇവിടെ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവാത്മാവിൻ്റെ കരം ഇവരുടെ എല്ലാവരുടെ മേൽ കടന്നു വരികയും അങ്ങയുടെ സമാധാനം ഇവരുടെ എല്ലാവരുടെയും മേൽ കടന്നു വരികയോ, അവരെല്ലാവരും അങ്ങാൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് അവരുടെ ശരീരത്തിലുള്ള രോഗങ്ങളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറുവാൻ കൽപ്പിക്കുകയാണ്. യേശു രക്തത്താൽ, നാമത്താൽ, വചനത്താൽ സൗഖ്യം ഇപ്പോൾ പ്രിയ മക്കളുടെ മേൽ ലഭ്യമാകട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. ചില രഹസ്യ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുകയാ. യേശുവിൻ്റെ നാമത്തിൽ അതിപ്പോൾ സൗഖ്യമാവുകയാ. പൂർണ്ണമായും ഏറ്റെടുത്താട്ടെ. നിനക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ചില രഹസ്യ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുക. കർത്താവ് കൊടുത്ത വിടുതലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പാ കൊടുത്ത വിടുതലിനായി നന്ദി. പുറത്ത് പറയാൻ കഴിയാതെ നാളുകളായി ചില രോഗങ്ങൾ യേശു ക്രിസ്തു ഇപ്പോൾ പ്രിയ മകനെ നിന്റെ ജീവിതത്തിൽ സൗഖ്യമാക്കുകയാണ്. ഇനിയും പാപം ചെയ്യാതെ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കുക. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്.